കുഞ്ഞാലിന് വിട നൽകുകയാണ് കേരളം. കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവയവദാനത്തിൽ പൊതുചരിത്രം കുറിച്ചുകൊണ്ടാണ് കുഞ്ഞാലിൻ വിട വാങ്ങുന്നത്. കുഞ്ഞിന് വിട നൽകുകയാണ് കേരളം. മല്ലപ്പള്ളിയിൽ നിന്നും കുഞ്ഞിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. പത്തനംതിട്ട നെടുങ്കണ്ടപ്പള്ളിയിലായിരിക്കും ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാരം നടക്കുക. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. വീട്ടിലും ഇനി പൊതുദർശനം നടക്കുന്നതായിരിക്കും. അരമണിക്കൂറോളം സമയം മല്ലപ്പള്ളി ആശുപത്രിക്ക് മുന്നിലായിട്ട് പൊതുദർശനം ഉണ്ടായിരുന്നു. അവയവദാനത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് കുഞ്ഞാലിൻ വിടവാങ്ങുന്നത്. നമ്മൾ ഒരാൾ തന്നെ വിടവാങ്ങുന്നു എന്ന ഹൃദയവേദനയോടു കൂടി തന്നെ കേരളം കുഞ്ഞാലിന് വിട നൽകുകയാണ്. രഘുനാഥ് നാരായണൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലേ? അതെ പൂജ, മോർച്ചറിക്ക് സമീപമുള്ള ഹാളിൽ, മിഷൻ ഹോസ്പിറ്റലിന്റെ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ധാരാളം ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ആലിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആലിന്റെ വീട്ടുകാരുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളില്ലാത്ത, ആലിനെ അല്ലെങ്കിൽ ആലിന് ആരാണെന്ന് പോലും ഇതുവരെ അല്ലെങ്കിൽ ഇന്നലെ വരെ അറിയാതിരുന്ന ധാരാളം ആളുകൾ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തി. ഇതിനുശേഷം മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട് ആലിന്റെ വീട്ടിലേക്ക്. അവിടേക്കായിരിക്കും ഇനി മൃതദേഹം കൊണ്ടുപോവുക. നേരത്തെ പറഞ്ഞത്, ആരെങ്കിലും വഴിയരികിലൊക്കെ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തുന്നത് അവരെയൊക്കെ കാണിക്കാൻ മല്ലപ്പള്ളി ടൗണിലടക്കം ഒരുപക്ഷെ ചെറിയ ഒരു ആംബുലൻസ് നിർത്തി ആളുകളെ കാണിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കാം എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. നമുക്ക് കാണാം ആലുമായിട്ടുള്ള ആലിനുമായിട്ടുള്ള മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഈ മിഷൻ ആശുപത്രിയുടെ മോർച്ചറി വളപ്പിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് അതിന് പിന്നാലെ പോകുന്ന ആളുകളെയും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. 1-2 ദിവസം കൊണ്ട് ആലിൻ എത്രമേൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി, അവളെ എത്ര പേർ സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ ആളുകൾ അവളെ നെഞ്ചേറ്റിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ മൃതദേഹം കണ്ട് ആദരാഞ്ജലി അർപ്പിച്ച് പിരിഞ്ഞു പോകുന്ന ഈ മനുഷ്യരെല്ലാം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലിനുമായി അല്ലെങ്കിൽ ആലിനെ ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യർ ഇതിലുണ്ടാവും. ആലിന്റെ വീട്ടുകാരുമായി യാതൊരു പരിചയമില്ലാത്ത മനുഷ്യർ ഇതിലുണ്ടാവും. ഒരു ഘട്ടത്തിലും ആലിനുമായി ഇടപെടാത്ത ധാരാളം മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ടാവും. അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് ആഴ്ന്ന് വേര് ഇറങ്ങി എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ ഭാരത്തോടുകൂടി പിരിഞ്ഞു പോകുന്ന ജനക്കൂട്ടം. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.